എന്റെ അനിയനൊക്കെ നന്നായി വരട്ടെ. ഭയങ്കര പോക്കർ വന്നു. വരൂ ചങ്ങാതി, എന്താ താമസിച്ചു പോയത്? ഇതൊക്കെ എന്തിനാ? സാരല്ല, എനിക്ക് ഞാനിരുന്നോളാം. നമ്പ്യാര് വെറ്റിലെ അടക്കി. എനിക്ക് വേണ്ട. പയ്യനാടൻ നമ്പ്യാർ വന്നത് കണ്ടില്ല, ക്ഷമിക്കണം. വടകര അങ്ങാടിക്കാരൻ പോക്കർക്ക് വെറ്റിലെ അടക്കുകയും വെച്ചില്ലേ 10 നായന്മാർക്ക് മുൻപ്? ഓഹോ, അതാണോ? ജാതിയും മതവും നോക്കിയല്ല തച്ചൊള്ളി ഓതേനന്റെ ചങ്ങാതിക്കൂർ, മനുഷ്യനെ നോക്കിയാണ്. കുടിപ്പക തീരട്ടെ എന്ന് കരുതി വന്നു. പക്ഷേ ഇത്തരം തെമ്മാടിത്വം തച്ചൊള്ളി തറവാടിനുണ്ടെന്ന് അറിഞ്ഞില്ല. തച്ചൊള്ളി തറവാടിനെ പറ്റി സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. തറവാട്ടുകാരെ അവമാനിക്കലാണോ നിന്റെ തറവാടിത്വം? അന്യദേശക്കാരുമായി കൂട്ടുകൂടി കടത്തനാടിനെ വഞ്ചിക്കാൻ ഒളിഞ്ഞും മറിഞ്ഞും നടക്കുന്ന പയ്യനാടൻ മഹിമ ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തു പറഞ്ഞു? ഈ ശുഭമുഹൂർത്തത്തിലോ നമ്പ്യാരെ? തറവാടിനെ അവമാനിച്ച് നിന്നോട് പകരം ചോദിച്ചില്ലെങ്കിൽ പേടിപ്പിക്കണ്ട. കയ്യിൽ ആയുധമില്ലെങ്കിൽ ഇപ്പൊ തന്നെ തെളിയിക്കാം പയ്യനാടിനോ തച്ചോള്ളിക്കോ തറവാട്ട് മഹിമയെന്ന്. അത്രധികാരമോ? എന്നാൽ അടുത്ത ഞായറാഴ്ച കതിരൂർ കളരിൽ വെച്ച് തെളിയിക്കാം പയ്യനാടിന്റെ കരുത്ത്. ഈ കൂട്ടത്തിൽ വെച്ച് പയറ്റിനെ കുറിച്ചിരിക്കുന്നു. പയറ്റിൽ നിന്നും പറന്നൊളിക്കുന്നവനല്ല തച്ചൊള്ളി ഓതേനൻ. അന്ന് അവിടെ വെച്ച് കാണാം. ആ, കാണാം. ഇത് രണ്ടായിട്ട് പിളന്ന് 2 ഭാഗത്തായിട്ട് വീഴ്ത്തണം. എഴുതി വീഴ്ക്കാൻ മേലാഞ്ഞിട്ടല്ല, വെള്ളരിക്ക മാത്രം പോരെ, നീ അതിന്റെ ചോട്ടിൽ വേണോ? പക്ഷെ ഉന്നങ്ങ് തെറ്റിപ്പോയാല്, അല്ല തെറ്റിയല്ല, തെറ്റിയിട്ടുമില്ല. ഓ, വലിയ അഭ്യാസക്കാരൻ. ചോണി ഉണ്ടെങ്കിൽ എഴുതി വീഴ്ത്തണം. അതല്ല മാണി, നിന്റെ മുഖവും വെള്ളരിക്കായുടെ നിറവും ഒരുപോലെ ഇരിക്കുന്നു. വല്ല അബദ്ധവും പറ്റിപ്പോയെങ്കിലൊന്ന് വിചാരിച്ച എനിക്കാണ് കണ്ണിന് അല്പം കാഴ്ചക്കുറവുണ്ട്. ആ, ധൈര്യമാണെങ്കിൽ നിന്നോ. ആ, കണ്ണടച്ചോ? എനിക്ക് ധൈര്യമുണ്ട്, കണ്ണടയ്ക്കാൻ പറ്റും വേണ്ട. എന്നാ ഞാൻ കണ്ണങ്ങ് അടച്ചേക്കാം. അയ്യോ അയ്യോ, ആശാനെ ഞങ്ങളാണ്. നിങ്ങളായിരുന്നു? എന്താണിത്? എന്തുവാണ്? എടീ, ഉദയനൻ തമ്പുരാനെ പൊയ്ത്തു കുറിച്ചിരിക്ക ആ ഉഷിരൻ പയ്യനാടൻ തമ്പുരാനായിട്ട്, അറിയാമോ? എന്റെ കാവിലമ്മേ. ആ തച്ചോളി തമ്പുരാനെ എതിരാളികൾ പറഞ്ഞിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? നേരെ നിന്ന് അവറ്റകളുടെ കഴുത്താക്കണം. തെറ്റ് പാടില്ല. പിന്നെ പിന്മാറണം. പിന്മാറുകയോ? എന്തോടാ ചിരിച്ചത്? നമ്മുടെ ആയുധം എന്തുവാ? അമ്പുവില്ലും. ആ, ഒളിയമ്പ് പ്രയോഗം. ആ, ഒളിയമ്പ് പ്രയോഗമാണ് പുള്ളോപ്പടയുടെ അടവ്. എതിരാളികൾ അറിയാതെ തക്കം നോക്കി അമ്പയ്യ, അതാണ് സമരമുറ. നിങ്ങളെല്ലാരും പോയി ഒരുങ്ങിക്കും. ആ ചൊക്ക, വാ വാ വാ. ഞാൻ ഭാഗ്യം കെട്ടവളാണ് ഉണ്ണിച്ചാർ. ഏട്ടത്തിയെ പോലെ ഭാഗ്യം ചെയ്ത സ്ത്രീ ഈ കടത്ത നാട്ടിലില്ല. ഞാൻ ഈ തറവാട്ടിൽ കാലുകുത്തി അന്നല്ല നിന്റെ ചെറിയേട്ടൻ ചുണ്ടൻ നമ്പ്യാരുമായി പയറ്റ് കുറിച്ചത്. അതിനെന്താ, ചെറിയേട്ടൻ ജയിക്കും. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ഈ പയറ്റ് നടക്കുന്നതിൽ നിനക്ക് എന്താണൊരു വിഷമം? ഞാനൊരു സ്ത്രീയായി പോയതുകൊണ്ട്. അനിയത്തി ഏട്ടന്റെ വിജയപ്രതീക്ഷയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ശരിയാണ് ഏട്ടത്തി. പക്ഷേ അനിയത്തി എന്നതിന് പുറമെ ഞാനൊരു കാമുകി കൂടെ ആയിപ്പോയി ഏട്ടത്തി. ചിണ്ടൻ നമ്പ്യാർ പ്രാണന് തുല്യനായ പൊന്നേട്ടനും പ്രാണനുള്ളിലെ പ്രിയപ്പെട്ടവനും തമ്മിൽ പൊരുതുന്നു. തീർച്ചയായും ഒരാൾ മരിക്കും. പിന്നെ ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കും ഏട്ടത്തി? എനിക്കത് സാധ്യമല്ല. ഞാനത് എങ്ങനെ ചെയ്യും? തച്ചോളി ഓതേനൻ ഒരു ഭീരുവാകണമെന്ന് അല്ലേ? പയറ്റ് കുറിച്ചിട്ട് പയ്യനാടന്റെ കാല് പിടിക്കണമെന്ന്. ഇത് പറയാൻ ഏട്ടന് നാണമാകുന്നില്ലല്ലോ. നാണമല്ല അരിയ, മാനമാണ്. ഈ നിണമണിയിൽ നാശത്തിലെ അവസാനിക്കും. ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ പൊരുതി മരിക്കുക, അതാണ് മാനം. നിങ്ങൾ ഇരുവരും കടത്തനാട്ടുകാർ. നാട്ടുകാർ തമ്മിൽ ഇടയരുത്, പൊരുതരുത്. പയ്യനാടിനെ കൊന്നാൽ കടത്തനാടിനൊരു വീരയോദ്ധാവ് നഷ്ടപ്പെടും. ഞാൻ നാട്ടുകാരുടെ പരിഹാസപാത്രമാകുന്നത്
ഏട്ടന് കാണണമെന്ന്. നാട്ടുകാർ, നീ ചിരിക്കൂ. നാട്ടുകാർ നിന്നോടൊപ്പം ചിരിക്കൂ. നീ കരയൂ. നീ മാത്രമേ കരയാനുണ്ടാവൂ. ഏട്ടന്റെ രക്തം ആറി തണുത്തിരിക്കുന്നു. ഈ സിരകളിൽ കൂടി ഒഴുകുന്നത് കടത്തനാടിന്റെ ചുടിച്ചോരയാണ്. ഏട്ടൻ ഇത്ര ഭീരുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ രക്തം ആറി തണുത്തുവെന്ന്, ഞാൻ ഭീരുവെന്ന് അല്ലേ? ആ, നീ അത് തന്നെ പറയണം. കടത്തനാട്ടിൽ ആദ്യമായി കടമയുടെ കരവാൾ ഉയർത്തിയത് ഈ കൈയാണ്. ഉറുമിയും കഠാരിയും പിടിച്ച് തളപ്പിച്ച ഈ കൈ കൊണ്ടാണ് പിന്നെ പാൽകുട്ടി താഴ്വലിച്ച് വളർത്തി. വിരലുകൾ വിറയ്ക്കുന്നത് ചോര ആറിത്തണുത്തത് കൊണ്ടല്ല, അനീതിക്കെതിരെ അരിവാൾ ഉയർത്താൻ വെമ്പിയിട്ടാണ്. എന്നിട്ട് ആ എന്നെയാണ് നീ ഭീരു എന്ന് വിളിച്ചത്. ആ, എന്റെ അരികെ തന്നെ എന്നെ അങ്ങനെ വിളിക്കണം. ഏട്ടാ, ഏട്ടാ, അറിയാതെ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ് തരൂ ഏട്ടാ. എന്നോടല്ല മാപ്പ് ചോദിക്കുന്നത് അപ്പൻ. ഇതാ ആമാറപ്പെട്ട് ഇത് കാഴ്ചവെച്ച് പയ്യനാട് ചിണ്ടൻ നമ്പ്യാരോട് മാപ്പ് ചോദിക്കും.